ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്ന 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ഭക്തർ അണിനിരന്ന ഘോഷയാത്ര ഭക്തി നിർഭരമായി. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ചെറുട്ടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഭദ്രകാളി ക്ഷേത്രം. 7 ദിവസങ്ങളിലായി ഭഗവത്ഗീതയിലെ 18,000 ശ്ലോകങ്ങളും അതിന്റെ അർത്ഥങ്ങളും മൂല്യങ്ങളും ഭക്തരിലേക്ക് എത്തിക്കുകയാണ് ഭാഗവത സപ്താഹ യജ്ഞത്തിലൂടെ. യജ്ഞാചാര്യൻ വിനുജി നിലമ്പൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. സപ്താഹത്തിലെ 5ാം ദിവസം വിവിധ കഥാഭാഗങ്ങളുടെ പാരായണവും രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. ഘോഷയാത്ര ആനക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. ഈ പ്രത്യേക ചടങ്ങിൽ ലഡു, അപ്പം, പഴങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഭക്തർ അർപ്പിച്ചു. ഇഷ്ടമംഗല്യ സിദ്ധി, ദീർഘ സൗമംഗല്യം, ദാമ്പത്യസുഖം എന്നിവ രുക്മിണി സ്വയംവര ചടങ്ങുകളിൽ പങ്കെടുത്തവർക്ക് സിദ്ധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഘോഷയാത്രയ്ക്ക് MP സായി നാരായണൻ, PR സുനിൽ സിംഗ്, PN ഗോപി കുമാർ, NP കൃഷ്ണകുമാർ, PS സതീഷ് കുമാർ, മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമം